എല്ലാവർക്കും സ്വാഗതം. വയനാടൻ പച്ചപ്പിൻ്റെ ആ സൗന്ദര്യത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥാപനം, അതാണ് സമസ്തയുടെ സ്വന്തം, വയനാടിൻ്റെ സ്വന്തം, SNECയുടെ സ്വന്തം വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി എന്ന അഭിമാന സ്ഥാപനം. സമസ്ത 100ാം വാർഷികത്തിൻ്റെ ഉപഹാരമാണല്ലോ SNEC. ആ SNECക്ക് മനോഹരമായൊരു സ്ഥാപനം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇതാ ഈ കാണുന്ന പച്ചപ്പ് പോലെ, ഈ കാണുന്ന പച്ച പുതച്ച് കിടക്കുന്ന ഒരു സ്ഥാപനം. സനായി കോഴ്സാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഏകദേശം 150ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. +2, ഡിഗ്രി, PG വരെ ഈ കുട്ടികൾക്ക് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം ലഭിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ക്യാമ്പസും. നമ്മളെ കാത്ത് കുട്ടികൾ നമ്മുടെ വാഹനത്തിന് തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ സൗകര്യവുമുള്ള ഒരു ക്യാമ്പസ് എന്ന് പറയാം. കാരണം തൊട്ടും ഈ സ്ഥാപനത്തിന് ചുറ്റിലും പച്ച പുതച്ച് കിടക്കുന്ന പ്രദേശം, കാപ്പിത്തോട്ടങ്ങൾ, അതോടൊപ്പം മറ്റ് സംവിധാനങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്യാമ്പസാണ് SNECയുടെ ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. SKSFൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു മനോഹരമായ, നേരത്തെ ഒരു പഴയ പള്ളിയായിരുന്നു, ഇപ്പോൾ അത് പുതുക്കി പണിത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള, ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ നല്ലൊരു ലൈബ്രറി, വളരെ നല്ല മികച്ചൊരു ലൈബ്രറിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുള്ള ഒന്നാണ് ഈ വയനാട്ടിലെ വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് നേരിട്ട് പോകാം. എന്തുണ്ട് വിശേഷം? സുഖമാണ്. എങ്ങനെയുണ്ട് ഈ സ്ഥാപനമൊക്കെ? എങ്ങനെയുണ്ട്? സ്ഥാപന സെറ്റപ്പാണ്, അൽഹംദുലില്ലാ. സമസ്തയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഈ സ്ഥാപനത്തിൽ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നല്ലേ. ഇപ്പോൾ ഇവിടെ ഇതിപ്പം SNECയിൽ വന്നതിന് ശേഷം എത്ര ബാച്ച് ആളുകൾ ഇവിടെയുണ്ട്? ഏതൊക്കെ ക്ലാസ്, എത്ര ബാച്ചുകൾ ഇവിടെയുണ്ട്? ഇവിടെ SNEC സംബന്ധിച്ചിടത്തോളം 1 മുതൽ 8 വരെ ഉള്ളൊരു കോളേജാണിത്. ഇവിടെ മാത്രമുള്ള 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ഏതൊരു SNECയുടെ സ്ഥാപനമാണ് നമ്മുടെ വെങ്ങപ്പള്ളി അക്കാദമി എന്നുള്ളത്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഇപ്പോൾ? ഞാൻ 7ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സുകാരാണല്ലോ ഇവിടെ. സീനിയേഴ്സാണോ ഇവർ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ജൂനിയേഴ്സിന് ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ടോ? സിലബസിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സൊക്കെ കൊടുക്കുക? ജൂനിയേഴ്സിന് ക്ലാസ് ഏത് ക്ലാസ്സിനായിരിക്കും കൊടുക്കുക? ഞങ്ങൾ +1 +2 കടയ്ക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ഖത്തറിനകത്ത് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു SNECയുടെ കോഴ്സിൽ, സിലബസിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചർച്ച ചെയ്യുന്നത്? ഭൗതികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നഹ്വ്, സർഫ്, അതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നമുക്ക് ഖുറാനും ഒക്കെ അതിൻ്റെ ബേസ് കാര്യങ്ങളും ഖുറാനും ഹദീസൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ തുഹ്ഫ, ഫിഖ് പോലുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ SNECയിലേക്ക് ഒരു കുട്ടി അതിൻ്റെ ഏറ്റവും താഴെ ശ്രേണിയിൽ, ഇപ്പോൾ എവിടെയുള്ളത്, ഇപ്പോൾ +2 ആയിരിക്കും അല്ലേ? +1 +2 ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു മതപരമായിട്ടുള്ള അവരുടെ കിതാബും അവരുടെ ഒരു സിലബസും സബ്ജക്റ്റും അവരെന്തൊക്കെയാണ് തുടങ്ങുന്നത്? അവർ ആദ്യം പുതുതായിട്ട് വരുന്ന കുട്ടി എന്ന നിലയിൽ ആദ്യം ഇതിൻ്റെ ഒരു ബേസാണ് പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഗ്രാമർ എന്ന രീതിയിൽ അതാണ് ആദ്യം പുതുതായിട്ട് വരുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹദീസുകളും പഠിപ്പിക്കുന്നുണ്ട്. തുടക്കക്കാരെന്ന നിലയിലുള്ള പ്രത്യേക സിലബസിലുള്ള ഹദീസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബുഖാരി, മുസ്ലിം അല്ല ഡയറക്റ്റ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നമുക്കറിയാമല്ലോ. ബുഖാരിയാണ് ഖുറാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മഹത്വമായിട്ടുള്ള ഗ്രന്ഥം എന്നറിയാം. പക്ഷേ തുടക്കക്കാരെന്ന നിലയിൽ നമ്മുടെ SNECയിൽ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്രോഡീകരിച്ചിട്ടുള്ള കുറച്ച് ഹദീസിൻ്റെ കിതാബുകളും അങ്ങനെയുള്ള വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇതൊരു സമസ്തയുടെ നേരിട്ടുള്ളൊരു സ്ഥാപനം. സമസ്ത SNEC എന്ന് പറയുന്നത് നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഉപഹാരമാണ് അല്ലേ? അപ്പം ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു അന്തസ്സ് അല്ലെങ്കിൽ ഒരു അഭിമാനമൊക്കെ എത്രത്തോളമാണ്? വെങ്ങപ്പള്ളി അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം 23 വർഷമായി സ്ഥാപനം വന്നിട്ട്. SKSF എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി പടയണിയാണ് ഈ അക്കാദമിക്ക് ജന്മം നൽകുന്നത്. അപ്പോൾ വയനാട് SKSFൻ്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും വലിയ പോരിഷ എന്നത്. പിന്നെ SNECയിലേക്ക് വരുന്ന ആദ്യത്തെ പ്രഥമ PG സ്ഥാപനം എന്ന ഒരു സിഫത്ത് കൂടി നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ PGയിലെ 3ാം 4ാമത്തെ ബാച്ചുകാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ SNEC ഈ വർഷം സന്നിധാനം കൊടുക്കുന്നതൊക്കെ നമ്മൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഇറങ്ങിയ ആദ്യത്തെ 25 പേർക്കാണ്. അതൊക്കെ ഒരു വലിയ നേട്ടമാണ്.
പ്രത്യേകിച്ച് ഇവിടെ തഫ്സീർ ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. വരക്കൽ പുതിയ ക്യാമ്പസ് വന്നിട്ടുണ്ട്. അവിടെ ഫിഖ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് PG വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ തഫ്സീറിൽ അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നമുക്ക് സാധ്യമാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ SNECയെ സംബന്ധിച്ചിടത്തോളം SNECയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്നതിന് ഉപരിയായിട്ട് നമ്മുടെ ഈ SNECയുടെ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾ തന്നെയാണ് അതിൻ്റെയൊക്കെ ഭാഗമാകാറുള്ളതും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന കേളി കൂടി നമ്മുടെ സ്ഥാപനത്തിലുള്ളതൊക്കെ ഈ ഒരു SNEC എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായ എന്നൊരു കാര്യത്തിലൂടെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ തഹിയൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നൊക്കെ ഒരു ഏകദേശം 10-15,000 രൂപയിലധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമാഹരിച്ചിട്ട് തഹിയൊക്കെ നൽകിയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയൊരു അഭിമാനവും അതുപോലെ സന്തോഷമൊക്കെ ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ നിങ്ങളുടെ ഒരു എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ സ്ഥാപനത്തിലുള്ള നിങ്ങളുടെ ഒരു ഡേ ടു ഡേ റൊട്ടീൻ നമ്മൾ പറഞ്ഞാൽ സുബൈ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നൊക്കെ പറയില്ല, എന്തൊക്കെയാണ് അതൊന്ന് പറയാം? രാവിലെ എണീച്ച സുന്നത്തിനെത്തണം സുബീനി, പിന്നെ 7 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ അതിൽ 6:30 ചായ ഉണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് സാധാ പോലെ തന്നെ ഫുഡ്, പിന്നെ വൈകുന്നേരമായ ഒഴിവേക്കും ഒരു 6 മണി വരെ ഒഴിവേക്ക് കളിക്കല സമയം. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തണം. പിന്നെ ഒരു 7 മണി ഇശാനിസ്കാരത്തിന് ശേഷം ഫുഡ് ഉണ്ടാവും. ഒരു 10-10:30 വരെ പഠിച്ചിട്ട് പിന്നെ പോയിട്ട് നിങ്ങളുടെ കളി കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും? അവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഇത് ഫുട്ബോളൊക്കെ ഉണ്ട്, ഫുട്ബോളിനൊക്കെ പറ്റിയ വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഒരു 5 കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഷട്ടിലൊക്കെ ഇവിടെ ഉണ്ടാവും, ഷട്ടിൽ ഉണ്ടാവും, എല്ലാവരും കളിക്കും അല്ലേ? എല്ലാവരും കളിക്കും. പിന്നെ വോളിബോളിനുള്ളൊരു ഇതുണ്ട് അവിടെ. നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സമസ്തയുടെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ആവേശത്തിലല്ലേ? എനിക്ക് രണ്ടുപേരൊന്ന് ഒരു സമസ്തയെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നൊരു കോൺവെർസേഷൻ എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരു 2 പേരൊന്ന് വരാൻ പറ്റുമോ? ഇപ്പോൾ കുണിയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സമസ്ത 100-ാം വാർഷികമാണ്. ഇതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ലോകത്തുണ്ട്. പക്ഷേ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ 40 പേരെ ഒരുമിച്ചിരുത്തി എല്ലാ വർഷവും ഇതുപോലെ തന്നെ സമ്മേളനങ്ങളും അതുപോലെ തന്നെ പരിപാടികളും സംഘടിപ്പിക്കുന്ന ഏകദേശം 100 വർഷത്തോളം എത്തുന്ന ഒരു സംവിധാനം എന്നത് സമസ്തക്ക് മാത്രമുള്ള നേട്ടമാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങളൊന്ന് നോക്കിക്കാണുന്നത്? നമ്മൾ സമസ്തനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കേരള സമൂഹത്തിൻ്റെ വലിയൊരു അഭിമാനമായിട്ടാണ് നമ്മൾ സമസ്ത ഇവിടെ ഉത്ഭവം കൊണ്ടു അല്ലെങ്കിൽ സമസ്തയുടെ ആളുകളായിട്ട് നമ്മൾ മുന്നോട്ട് വന്നു എന്നുള്ളത്. കാരണം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളൊരു മതപരമായിട്ടുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കില്ല. മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ പോലും നോക്കിയാൽ പോലും അവിടെ കറക്റ്റായിട്ടുള്ളൊരു മദ്രസ സംവിധാനമോ അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പം ഉസ്ബെക്കിസ്ഥാൻ ആവട്ടെ, പല രാജ്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ആളുകൾക്ക് ദീന് പഠിക്കാൻ അല്ലെങ്കിൽ മതം പഠിക്കണം ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് പോലും അവർക്ക് അവസരങ്ങളില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ 100-ാം വാർഷികത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും മറ്റൊരു രാജ്യത്ത് നല്ല ഈ ലോകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത വലിയൊരു അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മുടെ സമസ്യത്തിൽ നിൽക്കുന്നത് എന്നതിൽ നമുക്കൊരുപാട് അഭിമാനം സാധിക്കും. ഇപ്പം നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള കർണാടകയിലും മറ്റുള്ള ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കേരളക്കാരായി ജനിച്ചത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് കാണണം. കാരണം സമസ്തയുടെ മണ്ണിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു വളരെയധികം അഭിമാനം രോമാഞ്ചമുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാറുണ്ട്. കാരണം അവർക്കൊന്നും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഉള്ള ഏരിയകളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും ലഭിക്കില്ല. അതുപോലെ തന്നെ സംഘടനകളോ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളൊന്നും അവർക്ക് നിലവിലില്ല. അപ്പോൾ എന്തുകൊണ്ടും ഒരു സംഘടനക്ക് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ അഭിമാനമായിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണ് ഈ ഒരു 100-ാം വാർഷികത്തെ കേരളക്കാരെന്നല്ല നമ്മൾ മുസ്ലിമുകളെന്നല്ല നമ്മൾ ഈ ഒരു നാടിൻ്റെ ഈ പൈതൃകത്തിൽ സംസ്കാരം വാർത്തെടുത്തതിൽ മുസ്ലിമുകൾക്ക് പങ്കുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും സമസ്തക്ക് വലിയ പങ്കുണ്ട്. അപ്പം ഈ 100-ാം വാർഷികം കേവലം സമസ്തയുടെ ആഘോഷമല്ല, നേരെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാന മുഹൂർത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമസ്ത ഒരു സംഘടന എന്നതായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഒരു മതസംഘടന എന്നുപരിയായിട്ട് ഒരുപാട് വിജ്ഞാന പ്രവർത്തനങ്ങൾ സമസ്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. SKIMVB ആണ് സമസ്ത ആദ്യമായി മുന്നോട്ട് വെച്ച തന്നെ പോഷക സംഘടന എന്നത്. സമസ്തക്ക് എന്ത് ചെയ്യാമായിരുന്നു? യുവജന പ്രസ്ഥാനത്തെ ആദ്യത്തെ മുന്നോട്ട് വെക്കാമായിരുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ആദ്യം മുന്നോട്ട് വെക്കാമായിരുന്നു. പക്ഷേ സമസ്ത ആദ്യം മുന്നോട്ട് വെച്ചത് SKIMVB എന്ന് പറയുന്ന ഒരു സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. അപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെയാണ് സമൂഹത്തിന് ഉന്നമനം എന്ന ചിന്താഗതിയായിരിക്കാം
എന്ന് ചോദിച്ചു വെക്കുകയാണ്. എങ്ങനെയായിരിക്കാം സമസ്ത അന്ന് തന്നെ അന്നത്തെ ദൈക്ഷണികരായ പണ്ഡിതന്മാർ 51 ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടാകുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ചോദിക്കുന്നത് സമസ്ത മതസംഘടനയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉമ്മത്തിന് വിജ്ഞാനം പകരുന്ന അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഒരു സബക്കെടുക്കുന്ന രീതിയിലേക്ക് പല നിർദ്ദേശങ്ങളും സൊസൈറ്റിക്ക് കൈമാറുക, ആ സൊസൈറ്റി അതെല്ലാം ഉൾക്കൊള്ളുക, മതവിധികൾ എന്താ ചെയ്യുക മുന്നോട്ട് വെക്കുക, അതിനെ ഉൾക്കൊള്ളുക, ആ ഒരു ചിന്താഗതിയാണോ സമസ്ത മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ കേവലം ഒരു മതസംഘടന എന്ന നിലയിലേക്ക് ലോകത്ത് മറ്റിടങ്ങളിൽ ഉള്ളതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണോ ചെയ്തത്? സമസ്തൻ്റെ ഏറ്റവും ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ സമസ്തയുടെ ഉന്നതിക്ക് ഇത്രയും കാരണമായിട്ടുള്ള പ്രധാന പോയിൻ്റാണ് നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പം കേവലം ഒരു മതസംഘടന, ഇപ്പം നമുക്ക് ചുറ്റും മറ്റുള്ള ഇതര മതസംഘടനകളുണ്ട്, ഇപ്പം പല തരത്തിലുള്ള മതസംഘടന ഉണ്ട്. അവരൊക്കെ കേവലം അവരുടെ ആ മതകാര്യങ്ങളിൽ ചുരുങ്ങി കൂടുമ്പോൾ മൊത്തത്തിൽ ഒരു സമൂഹത്തെ മൊത്തം മുന്നോട്ട് നയിച്ചുകൊണ്ട്, ഇപ്പം വിദ്യാഭ്യാസത്തിലൂടെ വിജ്ഞാനത്തിലൂടെ ഒരു സമുദായത്തെ വിജ്ഞാനം ത്തിലൂടെ ആ സമുദായത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് സംസ്ഥയുടെ കാര്യങ്ങൾ. കേവലം കുറച്ച് മതകാര്യങ്ങൾ പറഞ്ഞു വെക്കാതെ സമൂഹത്തിൻ്റെ ഉന്നതിക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന് ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അറിവിനും ഉന്നമനത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ഓരോ വ്യക്തിയെ സംസ്കരിച്ചു കൊടുത്ത് വലിയൊരു മുന്നേറ്റമുള്ള, വളരെ അറിവും വിജ്ഞാനവും സംസ്കാരബോധവും മനുഷ്യ സ്നേഹവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സമസ്ത അതാണ് യഥാർത്ഥത്തിൽ സമസ്ത ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ സമസ്തനെ നോക്കുമ്പോൾ മറ്റുള്ള ഇതര മതത്തിൽപ്പെട്ട ആളുകൾ പോലും സമസ്ത ഇത്രത്തോളം നെഞ്ചോട് ചേർക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴും ഈ ഒരു ഐക്യം, ഇപ്പോൾ പലപ്പോഴും സമസ്ത എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും സാമുദായിക ഐക്യം മുൻനിർത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഇന്ന് ഇത്രയും വലിയൊരു മറ്റുള്ള മതസംഘടനകളിൽ നിന്ന് വളരെ വ്യതിരിക്തമായിട്ട് ഒരു ഉന്നതിയിലെത്തി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വളരെ നന്നായി അല്ലേ. ഇനി എനിക്ക് 2-3 പേരുടെ ഞാൻ വളരെ പെട്ടെന്ന് ഒരു 5 കാര്യങ്ങൾ സംസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആലോചിക്കാൻ പാടില്ല, ഒരു 1 വേർഡിൽ പറയാൻ പറ്റണം, വിശദീകരണം ആവശ്യമില്ല, 1 വേർഡിൽ. ആരാ ഉള്ളത്? ഇയാൾ പറയുമല്ലോ. സമസ്ത മുന്നോട്ട് വെക്കുന്നത് അത് എല്ലാ തരത്തിലുള്ള സമർപ്പണങ്ങളാണ്. അത് വിദ്യാഭ്യാസം, സേവനം, വിജ്ഞാനം. ഓക്കെ, വിദ്യാഭ്യാസം, സേവനം, വിജ്ഞാനം 2. പിന്നെ ഈ കുട്ടികളെ പരിഗണിച്ചിട്ടുള്ള ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, കുട്ടികൾക്ക് അത് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു വശം. ഓക്കെ, 3. പിന്നെ സമസ്ത വെക്കുന്നത് ആത്മീയം. ഓക്കെ, ആത്മീയം. ഓക്കെ, 4. പിന്നെ ഭൗതികരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് വിടും. ഭൗതികം, ആത്മീയം. ഓക്കെ. പിന്നെ ഇതിനൊന്ന് കുറച്ചുകൂടി നന്നാക്കി വളരെ സ്പീഡായിട്ട് പറയാൻ പറ്റുന്ന ആൾ പറഞ്ഞല്ലോ, ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സംസ്ഥയെക്കുറിച്ച് 5 കാര്യങ്ങൾ, സംസ്ഥ പ്രതിനിധാനം ചെയ്യുന്ന 5 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് 1, 2, 3 എന്ന് പറഞ്ഞാണ്, ആലോചിക്കാൻ പാടില്ല. ഒന്ന്, സമസ്ത ഒരു ആത്മീയ സംഘടനയാണ്. അപ്പം രണ്ടാമത്തേത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. പിന്നെ 3 എഴുത്ത് കാര്യങ്ങളായിട്ടുള്ള സംസ്ഥയ്ക്ക് പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 4 സന്നദ്ധ പ്രവർത്തനങ്ങൾ, വിക്കായ പോലത്തെ കാര്യങ്ങൾ. 5 പിന്നെ മതവിദ്യാർത്ഥികളെ പുരോഗമിക്കുന്ന തൊലബ കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങളും ഉണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സൗഹൃദം അല്ലെങ്കിൽ മതസൗഹാർദ്ദമൊക്കെ നിലനിർത്താനുള്ള ഒരു വലിയ കാരണമായിട്ട് തന്നെ സമസ്ത നമുക്ക് പറയാൻ പറ്റും ഇവിടെ. പിന്നെ രാഷ്ട്രീയത്തിലും സമസ്ത നിലപാട് വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്നുണ്ട്, അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതേപോലെ ഇവിടുത്തെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് സംസ്ഥ. പിന്നെ ഇവിടുത്തെ സമൂഹത്തെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഈമാൻ കാക്കുക എന്നതാണ് സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ സർക്കാർ മേഖലകളിലേക്കും മറ്റുമൊക്കെ നമ്മളെ എത്തിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ഈ പുതിയ കാലത്ത് സംസ്ഥ ചെയ്യുന്നുണ്ട്. ഇവർ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിലുള്ള ആളുകൾ ആരെങ്കിലും ഒന്ന്, ഇവർ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? കയ്യിലുണ്ടോ? ഇവർ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഇവർ പറയാത്ത 10ൽ പെടാത്ത കാര്യം. പെടാത്ത ഒന്ന് പ്രധാനപ്പെട്ടാണ് സുപ്രഭാതം എന്നുള്ളത്. ഓക്കെ, 11. 12. സംസ്ഥ 100 വർഷം തികയുന്ന ഒരു മഹത്തായ സംഘടനയാണ്. 13. പിന്നെ അതിലുപരി ധാരാളം പ്രവർത്തനങ്ങൾ മതമേഖലയിലും അല്ലാതെയും സംസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും 13. അത് നമ്മൾ പറഞ്ഞു പോയി. ഓക്കെ. പിന്നെ ധാരാളം കോളേജുകളും മതസ്ഥാപനങ്ങളും സംസ്ഥയുടെ കീഴിലുണ്ട്. 14. പിന്നെ ജനങ്ങളെ ഇബാദ് പോലത്തെ കാര്യങ്ങൾ കൊണ്ട്
ദീനിൻ്റെ മേഖലയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളിവിടെ ഈ ഒരു യാത്രയിൽ ഈ കുട്ടികളെ കാണുമ്പം ഈ ഒരു ക്യാമ്പസിൽ എത്തുമ്പം അടിമുടി സമസ്തയായ ഒരു ക്യാമ്പസ്, അടിമുടി സമസ്തയെ നെഞ്ചിലേറ്റിയ ഒരു വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹവുമാണ് ഇവിടെയുള്ളത്. ഏതായിരുന്നാലും ഇവർ സമസ്തയ്ക്കൊരു മുതൽക്കൂട്ടാണ്. നാളെ നമുക്ക് സമ്മേളനം എല്ലാവരുടെയും ഒരു എക്സ്പെക്റ്റേഷൻ തീരുമാനിച്ചൊക്കെ വെച്ചതല്ലേ, പോകണമെന്നൊക്കെ തീരുമാനിച്ചതല്ലേ, എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കുനിയയിൽ എല്ലാവരും ഉണ്ടാകുന്നു. എൻ്റെ കൂടെ കുറച്ച് കുഞ്ഞു കുട്ടികൾ കൂടിയുണ്ട് ഇവിടെ. ഇതാ ഓടല്ലേ, വാ, ഹിഫ്ള് കോളേജിലെ കുട്ടികളല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് കുഞ്ഞു കുട്ടികളുണ്ട്. ഇവിടുത്തെ ഹിഫ്ള് കോളേജിലെ കുട്ടികളാണ്. എത്ര കുട്ടിയാണ്, എത്ര പേരാണ് നിങ്ങളുടെ ഹിഫ്ള് കോളേജിൽ? 22 പേര്. എത്ര വർഷം ഇപ്പോൾ ഖുർആൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും വ്യത്യസ്ത വർഷങ്ങളായിട്ടുള്ളവരുണ്ടോ? എത്ര ബാച്ച് അവിടെ ഉണ്ട്? ഇപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ 4 വർഷം ആയാലും ഉണ്ടോ? എല്ലാവരും എത്ര ഹിഫ്ള് കഴിഞ്ഞവരാണോ എല്ലാവരും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഒരാൾ കഴിഞ്ഞു. ആ ആളാരാണ്? ഹാഫിള്. വാ, ഇയെല്ലാം ആദ്യം മുന്നിലേക്ക് വരേണ്ട ആൾ ഹാഫിള് മിൻഹാജ് അല്ലേ? ഹാഫിള് മിൻഹാജ് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ പഠിച്ചത്? 3 വർഷം കൊണ്ട് അല്ലേ? എവിടെ സ്ഥലം? വരാൻ പറ്റും. ഈ നാട്ടുകാരൻ തന്നെ, തൊട്ടടുത്ത നാട്ടുകാരനാണ് അല്ലേ? ബാക്കി എത്ര ആളുകളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എവിടെ മുതലാണ് പഠിക്കുന്നത്? ബക്കറ മുതലാണോ അല്ലെങ്കിൽ നാസ് മുതൽ ബാക്കോട്ടാണോ? ബക്കറ മുതൽ പഠിക്കും. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദീനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂ വൽയക്തുബ് ബൈനക്കും. ബാക്കിയൊന്ന് പറയാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദീനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂ വൽയക്തുബ് ബൈനക്കും കാതിബുൻ ബിൽ അദ്ൽ വലാ യഅബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ് ഫൽയക്തുബ് വൽയുംലിൽ ലദീ അലൈഹി ലകു വൽയത്തഖില്ലാഹ റബ്ബഹു വലാ യബ്ഖസ് മിൻഹു ശൈഅ فإن كان الذي عليه الحق صفيحا أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل. അപ്പോൾ ഏതായിരുന്നാലും നമ്മളിവിടെയുള്ളത് SNEC ക്യാമ്പസിലാണ്. ഈ കുട്ടികളൊക്കെ വളരെ സജീവമാണ്. സമസ്തയുടെ സമ്മേളനത്തിൽ ഇവരൊക്കെ വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓരോ ക്യാമ്പസിൽ ചെല്ലുമ്പോഴും അവിടുത്തെ കുട്ടികളുടെ വിശേഷങ്ങൾ അറിഞ്ഞും പറഞ്ഞും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുമാണ് നമ്മുടെ ഈ കാരവൻ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും മനസ്സിലായ പോലെ വയനാടിൻ്റെ ഒരു പച്ചപ്പിൽ അതിൻ്റെ ഒരു സൗന്ദര്യം ആവാഹിച്ചു വെച്ചൊരു ഗ്രീനറിയോട് കൂടിയിട്ടുള്ളൊരു കെട്ടിടം, അതിനകത്ത് വിപുലമായ സംവിധാനങ്ങൾ, 150ഓളം കുട്ടികൾ, 15ഓളം അധ്യാപകർ എല്ലാം ഈ ക്യാമ്പസിലുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇബ്രാഹിം ഫൈസി പേരാൽ അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റവും അച്ചടക്കവും അതിൻ്റെയൊക്കെ ഒരു ഗരിമയുമൊക്കെ ഇവിടുത്തെ ഓരോ കുട്ടികളുടെ മുഖത്തും നമുക്ക് വായിച്ചെടുക്കാൻ കൂടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വെങ്ങമ്പള്ളിയിലെ SNECD സ്ഥാപനത്തിന് മുൻപിൽ നിൽക്കുമ്പം ഒത്തിരി ആളുകളുടെ ഒരു അശ്രാന്ത പരിശ്രമവും സ്വപ്നവുമൊക്കെയാണ്. ഈ സ്ഥാപനം വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. പിന്നീട് SNECയിലേക്ക് ഈ സ്ഥാപനം മാറുമ്പോൾ അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇബ്രാഹിം ഫൈസി പേരാലിനെ പോലെ തന്നെ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറാണ് സുലൈമാൻ ഉസ്താദ്. ഉസ്താദെ, ഈ സ്ഥാപനം കാണുമ്പം ഏറ്റവും മനോഹരമായ തോന്നിയൊരു സ്ഥാപനമാണ്. നല്ല കുളിർമയും നല്ലൊരു വയനാടിൻ്റെ ഒരു പ്രകൃതി രമണീയത, ഒരു തനിമ ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ തോന്നുന്നത് പഴയ സമസ്താലയത്തിൻ്റെ ഒരു ആർച്ച്, ചേളാരിയിൽ ഒരു ആർച്ചൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെ പോകുന്നു ക്യാമ്പസും സ്ഥാപനമൊക്കെ? അൽഹംദുലില്ലാ, വളരെ റാഹത്തായി പോകുന്നുണ്ട്. 2002 നമ്മൾ ഇത് തുടക്കം കുറിച്ച സ്ഥാപനം, ഓഗസ്റ്റ് 26. അന്ന് സമസ്തയുടെ ഉപാധ്യക്ഷനും നമ്മുടെ ജില്ലാ കാദിയായിരുന്ന ഉമർലി ഷിഹാബ് തങ്ങൾ 14 വിദ്യാർത്ഥികൾക്ക് ഫാത്തി ഓതി കൊടുത്തുകൊണ്ട് തുടക്കം കുറിച്ച സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ച് ഇതിൻ്റെ കീഴിൽ ഒരുപാട് അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. വളരെ റാഹത്താണ്. ഇന്ന് SNECയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. SNECയിൽ S1 മുതൽ PG വരെയുള്ള ഏക സ്ഥാപനം വെങ്ങപ്പള്ളി ഷംസുൽമ ഇസ്ലാമിക് അക്കാദമിയാണ്. ഇപ്പം നമ്മൾ കുറച്ചുകൂടി SNECയുടെ ഈ സ്ട്രീമുകളെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ചോ അറിയാത്ത ഒരാളോട് വ്യക്തമായിട്ട്, ഇപ്പോൾ ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്നാൽ അവന് 8 വർഷം ഇവിടെ പൂർത്തീകരിച്ച് പോകുമ്പം അവൻ ഏതൊക്കെ കോഴ്സുകളിലൂടെയാണ് കടന്നു പോവുക, അവൻ പിന്നീട് ഇവിടുന്ന് പോകുമ്പോൾ ആരായിട്ടായിരിക്കും, അല്ല എന്തൊക്കെ നേടിയിട്ടാണ് അവൻ പോവുക? കോഴ്സ് ബേസ്ഡ് അവന് ഇവിടെ നമ്മൾ +1 മുതലാണ് നമ്മൾ കൊടുക്കുന്നത്. +1 +2 ഹ്യൂമാനിറ്റീസാണ് നൽകുന്നത്. പിന്നെ ഡിഗ്രി എത്തുമ്പോൾ സോഷ്യോളജി, ഇംഗ്ലീഷ്, വ്യത്യസ്ത കോഴ്സുകൾ കുട്ടികൾ സ്വീകരിക്കുന്നുണ്ട് ഭൗതികമായിട്ട്. PG അവർക്ക് താല്പര്യമുള്ള ഭൗതിക വിഷയങ്ങളാണ് എടുക്കുന്നത്.
അതുപോലെ തന്നെ ഇസ്ലാമിക്കായിട്ട് പിന്നെ SNEC പിന്നെ നമുക്ക് തരുന്ന എല്ലാ കോഴ്സുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് ഈ സ്ഥാപനം SKSFൻ്റെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണല്ലോ ഈ സ്ഥാപനം. ഇതിൻ്റെ പ്രവർത്തനവും അതോടൊപ്പം ഇതിൻ്റെ ഉപക്യാമ്പസുകളൊക്കെ വേറെയുണ്ട് തോന്നില്ലേ? ഒരു സാധാ കോളേജ് ഏതാണ്? പിന്നെ വാരാമറ്റ സായദ കോളേജ്, ജാമിയ ജൂനിയർ കോളേജ് ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ പബ്ലിക് സ്കൂളുണ്ട്. അതുപോലെ ബത്തേരിയിൽ മഹദിയ കോഴ്സ് പെൺകുട്ടിയുടെ ഡേ കോളേജ് ഉണ്ട്. ഈ പള്ളിയിൽ തന്നെ ഉമർ ഷിഹാബ് തങ്ങളുടെ പേരുള്ള തൈഫുൽ ഖുർആൻ കോളേജ് ഉണ്ട്. അനുബന്ധ സ്ഥാപനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പെൺകുട്ടികൾക്കുള്ള സ്ട്രീമും ഈ ഇതിൻ്റെ കീഴിൽ തന്നെ നടക്കുന്നുണ്ടോ? ഉണ്ട്. അത് ബത്തേരിയിൽ സുൽത്താമത്തെ മഹദിയ കോളേജ്. അപ്പം SNECയുടെ 3 സ്ഥാപനങ്ങൾ വയനാട് ജില്ലയിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. അല്ല, മഹദിയ ദാറുലുദൻ്റെ സിപറ്റ് കോഴ്സാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് അടുത്ത അധ്യയന വർഷമെങ്കിലും SNECൻ്റെ ഷീ ക്യാമ്പസ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ബാവലിയും വെങ്ങമ്പള്ളിയുമാണ് ഇപ്പോൾ SNECയുടെ വയനാട് ജില്ലയിലെ 2 സ്ഥാപനങ്ങൾ. ഇപ്പം 2 മുഷാവറ അംഗങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ്. അതെ അതെ. അപ്പോൾ ഏതായിരുന്നാലും ഇവിടുത്തെ ഇവിടുത്തെ കുട്ടികളുടെ ഏതൊക്കെ ജില്ലകളിൽ നിന്ന് ഒക്കെയാണ് അവർ വരുന്നത്? കേരളത്തിലെ ഏകദേശം ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് നീലഗിരിയിലെ കുട്ടികളുണ്ട്. പിന്നെ മംഗലാപുരം ഭാഗത്തുള്ള കുറച്ച് കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സിനോടും നമ്മുടെ സ്വാഭാവികമായിട്ട് ഈ സംസ്ഥയോടും ഒക്കെയുള്ള ഇവർ കുട്ടികളുടെ ഒരു ബന്ധം എങ്ങനെയാണ്? പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾ എങ്ങനെയായി വരണമെന്നത് അതിനനുസരിച്ചൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റി. അപ്പോൾ കുട്ടികളുടെ ഒരു ടേസ്റ്റ് എന്താണ് പുതിയ കാലഘട്ടത്തിലെ സമസ്തയുടെ നിലപാടുകളോടും സമസ്തയുടെ പദ്ധതികളോടും വിദ്യാഭ്യാസ പദ്ധതികളോടുമൊക്കെ? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു പഠനരംഗത്ത് പ്രതിസന്ധി തൽക്കാലം ഉണ്ടായത്. ആ അവസ്ഥയിൽ സമസ്തയെ കൃത്യമായും സ്ഥാപനത്തെ കൃത്യമായും മനസ്സിലാക്കി വന്ന കുട്ടികളാണ് ഇവിടെ. സമസ്ത സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കോഴ്സിലേക്ക് കടന്ന കുട്ടികൾ. അതുകൊണ്ട് തന്നെ സമസ്ത കാലഘട്ടത്തിന് ആവശ്യമാണ്, അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കി വന്ന കുട്ടികളാണ്. അതോടൊപ്പം ഇവർക്കൊരു എക്സ്ട്രാ കരിക്കുലം എന്ന് പറഞ്ഞിട്ട് അവരുടെ മറ്റ് ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും IT വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ AI വിദ്യാഭ്യാസത്തിനും സാങ്കേതിക വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവേണ്ട, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാലഘട്ടം. അത് ഈ ക്യാമ്പസ് എന്തൊക്കെയാണ് അത് സംബന്ധിച്ചൊക്കെ നൽകുന്നത്? കുട്ടികളെ അഭിരുചിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് നൽകുന്നുണ്ട്. കുട്ടികൾ താല്പര്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ അവർക്ക് താല്പര്യ വിഷയങ്ങളുള്ള സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് അത്? ഇവർക്ക് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്, അതുപോലെ IT ക്ലാസ്സുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ പാഠ്യേതര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ്, അത്തരം കാര്യങ്ങളൊക്കെ? സ്പോർട്സ് മത്സരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ആർട്സ് നടക്കുന്നുണ്ട്, അത് ഭംഗിയായി നടക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിൽ. അതോടൊപ്പം ഈ ഒരു സ്ഥാപനം ഇപ്പം 150 കുട്ടികളിവിടെ പഠിക്കുന്നു. ഇഫ്ലോളയിൽ കുട്ടികൾ വേറെയുണ്ട്. ഒരു സ്ഥാപനം നടന്നു പോകണം, ഭാരിച്ചൊരു ചിലവാണ്. വയനാട് എന്ന് പറയുന്നത് ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു ജില്ലയാണ്. അപ്പോൾ സാമ്പത്തികം ഏതൊരു സംവിധാനത്തിനും അനിവാര്യമാണ്. നിങ്ങളുടെ ഒരു ഡേ ടു ഡേ നടത്തിപ്പും ഒക്കെ എങ്ങനെയാണ്? സാമ്പത്തികം നമുക്ക് സ്ഥിരമായ വരുമാന മാർഗം നിലവിലൊന്നുമില്ല. പിന്നെ നമ്മുടെ പേരുള്ള മഹാനായ ഷംസുൽമൻ്റെ പേരിലാണ്, ഷംസുൽമ ഇസ്ലാമിക് അക്കാദമി. ആ ഒരു പേര് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ജനങ്ങളെ. അവർ ആത്മാർത്ഥമായിട്ട് ജില്ലയ്ക്ക് പുറത്തുള്ള വിദേശത്തുള്ള പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ വല്ലാതെ അകമൊഴിഞ്ഞ് നമ്മളെ സ്ഥാപനത്തെ സഹായിക്കുന്നത് കൊണ്ടാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായ വരുമാന മാർഗം നിലവിൽ നമുക്കൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. എന്നാലും ഭംഗിയായ കാര്യങ്ങൾ മുടങ്ങാതെ കൃത്യമായി നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു സ്ഥാപനം ഷംസുലുലമയുടെ പേരിൽ ഉള്ള ഈ ഒരു സ്ഥാപനം സമസ്തയുടെ അഭിമാനമായ ഈ ഒരു സ്ഥാപനത്തെ കാണുകയും അറിയുകയും അതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് സമസ്തയെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരവൻ ഇനി മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും.